Yeah, hello everyone. Welcome to Rahels Academy. നമ്മള് പിന്നെ നമ്മുടെ PYQs നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, അതായത് പിന്നെ ജനറൽ പേപ്പറിലുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ PYQs നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs ആണ്. സോ ഇന്നലെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇതിന്റെ സീരീസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം ഫസ്റ്റ് സീരീസ് കണ്ടതിന് ശേഷം സെക്കൻഡിലേക്ക് വരിക കേട്ടോ. കാരണം നമ്മൾ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലോട്ട് വരിക കേട്ടോ. യാ, അപ്പോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം കേട്ടോ. വൺ സെക്കൻഡ്. യാ യാ സോറി. A teacher promotes rational thinking and inquiry-based learning. Okay, during the transaction of concept in the class, this reflects. Okay, അതായത് ഒരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? പ്രൊമോട്ട്സ് റാഷണൽ തിങ്കിങ്. ഓക്കെ, റാഷണൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ ഉണ്ടല്ലോ. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ക്രെഡിറ്റ് ലെവൽ എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നോളജ് ആണ്, ഒരു ജനറൽ നോളജ് ആണ്. റാഷണൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കുറയുന്നു, റീസൺസ് എന്തൊക്കെയാണ്, ഇന്ത്യയിൽ ഏത് ഭാഗത്താണ് കൂടുതലുള്ളത്, ഇത് മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി ഒരു വിഷയത്തെ അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം മനസ്സിലാക്കാതെ അതിനെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ റാഷണൽ തിങ്കിങ്, ആ ഒരു അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, നമ്മൾ എല്ലാ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പേർപ്പസോട് കൂടി പഠിപ്പിക്കാം. ഓക്കെ, രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആണ്. ഡ്യൂറിങ് ദി ട്രാൻസാക്ഷൻ ഓഫ് കോൺസെപ്റ്റ്. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുക, ക്ലാസ്സിൽ നമ്മൾ വിഷയം അവതരിപ്പിക്കുക എന്നൊരു മീനിങ് ആണ് ഇൻ ദ ക്ലാസ്. ഇത് ഏത് തരം ടീച്ചർ ക്യാരക്ടർ ആണ് അവിടെ ഷോക്കേസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഒന്നെന്താണ് അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ്. അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഭയങ്കരമായിട്ടുള്ള ഈ ഡെമോക്രസിയുടെ ഓപ്പോസിറ്റ് ആണ് അതോറിറ്റി, ഈ അതോറിറ്റേറിയൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതായത് ഒരു വ്യക്തി ആ വ്യക്തി എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ തീരുമാനങ്ങൾ അയാൾ മാത്രം എടുക്കുക, വേറെ ആരും കൺസിഡർ ചെയ്യാത്ത, അതാണ് അതോറിറ്റേറിയൻ. ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഡെമോക്രാറ്റിക് ആവുന്നത്. ഫൈൻ. അപ്പോ ഈ അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് ആവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇവിടെ എന്താണ്, റാഷണൽ തിങ്കിങ്ങും അതുപോലെ തന്നെ എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തല്ല, അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് അല്ല. ഓക്കെ, പിന്നെന്താണ്, ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവിറോൺമെന്റ് ഉണ്ട്. ഓക്കെ, ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലുള്ള വിദ്യാർത്ഥികൾക്ക് അത് ഏത് രീതിയിൽ വേണം, അവർ ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന മെത്തേഡ്സുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ഞാൻ അവർക്ക് മനസ്സിലാക്കാനും വേണ്ടി എന്തെങ്കിലും മാറ്റങ്ങൾ എൻ്റെ ടീച്ചിങ്ങിൽ കൊണ്ടുവരണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ഒരു ടീച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാവരും പരിഗണിച്ചുകൊണ്ട് തൻ്റെ ക്ലാസ്സിലുള്ള, ഇനി അതിൽ തന്നെ പലതരം വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഓക്കെ, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ ഞാൻ എങ്ങനെ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കണം, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ കുറച്ചും കൂടി എന്താണ് അവരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഏതെങ്കിലും ടോപ്പിക്സ് കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് ഡെമോക്രാറ്റിക് എന്താണ് ക്ലാസ് റൂം എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് ലെത്താർഗിക് ലേണിംഗ് എൻവിറോൺമെന്റ് എന്ന് പറയും. അപ്പോ ലെത്താർഗിക് ലേണിംഗ് എൻവയോൺമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് എല്ലാവർക്കും എന്താണ് ഒരു മടുപ്പ് ഉണ്ടാക്കുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് അത് ഒരു തെറ്റായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത് കുട്ടികളുടെ അറ്റൻഷൻ കുറക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചില അധ്യാപകന്മാര് ഒറ്റ ടോണിൽ ക്ലാസ് എടുക്കും, പിച്ചിൽ വേരിയേഷൻ ഉണ്ടാവില്ല. ഈ നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്ക് ഞാൻ നെറ്റിനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ പിച്ച്. പ്രത്യേകിച്ച് അധ്യാപകന്മാര് പിച്ചിൽ നല്ല വേരിയേഷൻസ് കൊണ്ടുവരണം. ഒരേ പിച്ചിൽ എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തുണ്ടാവും, വളരെ ഒരു ഉറക്കം ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇപ്പം റാഷണൽ തിങ്കിങ് ഒന്നും ഇല്ല, അതുപോലെ എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഒന്നും ഇല്ല, കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള യാതൊരുവിധ ഓപ്പർച്യൂണിറ്റിയും ക്ലാസ്സുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ എൻവിറോൺമെന്റ് തന്നെ അവർക്ക് ഒരു മുഷിപ്പ് വരും, ഒരു ഫാറ്റിക് ഉണ്ടാവും. ഓക്കെ, ഒരു മടുപ്പ് ആ കുട്ടികൾക്ക് ഉണ്ടാവും. അതാണ് ഈ ലെത്താർഗിക് ലേണിംഗ് എൻവിറോൺമെന്റ്. ഒരിക്കലും എന്തല്ല നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് പറയാൻ പറ്റില്ല.
എന്താണ് ഓട്ടോക്രാറ്റിക്? ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അതോറിറ്റേറിയന്റെ കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടൊരു സിറ്റുവേഷൻ ആണ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ. ഒറ്റൊരാൾക്ക് പവർ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിനാണ് ഈ ഓട്ടോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് കറക്റ്റ് ആൻസർ എന്താണ്? ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ കോൺസെപ്റ്റ് വരുന്നത് എന്താണ്? ഈ കോൺസെപ്റ്റ് വരുന്നത് ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സില് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ, ഒരു ഭാഗമുണ്ട്. അതായത് അതിൽ വരുന്ന ഈ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഉണ്ടാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, എന്താണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്? ഓക്കെ, ഫൈൻ. ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് കേട്ടോ. ഇവിടെ എന്താണ്, ഇവിടെ പ്രധാനമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ആക്റ്റീവ്ലി എക്സ്പ്ലോർ. ഓക്കെ, സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ആക്റ്റീവായിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സ്റ്റുഡൻസിന് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് ആക്റ്റീവ്ലി എന്താണ് ക്വസ്റ്റ്യൻ, അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? അവർ കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ആൻഡ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി അനലൈസ്. ഓക്കെ, നമ്മളൊരു ടാസ്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ടീമായിട്ടൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ ഒരു ഇൻക്വയറി ബേസ്ഡ് ലേണിംഗിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഈ മൂന്നുമാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിന് നിങ്ങൾ കുറച്ച് കമ്പോണൻസ്, ഇതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക, എഴുതി വെച്ചാൽ ചിലപ്പോൾ എക്സാമിന് ഇൻ കേസ് വന്നാലോ. ഒന്നെന്താണ്, സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഫസ്റ്റ് ആയിട്ട് വേണം. ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻസ് വേണം. ടീച്ചർ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രം ക്ലാസ്സിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡന്റിന്റെ പാർട്ടിസിപ്പേഷൻ ഇല്ല. ടീച്ചർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോവാണ്, കുട്ടികൾ അതിന് കേട്ടിരിക്കുകയാണ്. അവിടെ എന്താണ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, അത് പാടില്ല. എന്ത് ചെയ്യണം? സ്റ്റുഡൻസിന്റെയും കൃത്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻസ് ആ ഒരു ക്ലാസ്സിൽ ഉണ്ടായാൽ മാത്രമാണ് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവുള്ളൂ. ഓക്കെ, പിന്നെന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് കുട്ടികൾക്ക് എന്താണ് ഒരു വിഷയത്തെ അനലൈസ് ചെയ്യാനും അതിനെ കമ്പയർ ചെയ്യാനും അതിനെ എന്താണ് ജഡ്ജ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ലേണിംഗ് എൻവയോൺമെന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ മാത്രമാണ് അവിടെ. അവിടെ ടീച്ചർക്ക് വലിയ റോളൊന്നും ഇല്ല കേട്ടോ. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, അവർ ജസ്റ്റ് ഇങ്ങനെ കൈകാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ നമ്മളെ ന്യൂസ് ചാനലൊക്കെ കാണുന്നില്ലേ, ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ മാത്രം. ബാക്കിയൊക്കെ എന്താണ് സ്റ്റുഡൻസ് തന്നെയാണ് അതിന്റെ ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്ത് സീക്ക് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിനെ ജഡ്ജ് ചെയ്ത് അതിന് ഫീഡ്ബാക്ക് കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ കൊലാബറേറ്റീവ് ലേണിംഗ് ആട്ടോ. കൊലാബറേറ്റീവ് ലേണിംഗ്. ഓക്കെ, കൊലാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ ഒരു ഇൻക്വയറി ബേസ്ഡ് ഒരു ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഗ്രൂപ്പുകളാക്കും അല്ലെ കുട്ടികളെ. അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് നാല് കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കുട്ടിയുടെ ഇൻഫോർമേഷൻസ് ഇവിടെ ഷെയർ ചെയ്യും, ഈ കുട്ടിയുടെ ഇൻഫോർമേഷൻസും എന്ത് ചെയ്യും? ഇവിടെ ഷെയർ ചെയ്യും, ഈ കുട്ടിയുടെ ഇൻഫോർമേഷൻ ഇവിടെ ഷെയർ ചെയ്യും, ഈ കുട്ടിയുടെ ഇൻഫോർമേഷൻ ഇവിടെ ഷെയർ ചെയ്യും. അപ്പോൾ എന്താണ് ഒരു കൊലാബറേറ്റീവ് ആയിട്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ കിട്ടുകയാണ്. അതാണ് ഈ കൊലാബറേറ്റീവ് ലേണിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. ഇൻ കേസ് ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ PYQs നോക്കുന്ന സമയത്തിന് അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ആൻസർ പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ സ്റ്റാബിൾ ആയിട്ട് മാറണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസിയാണ്, വേറെ സംശയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. യു ക്യാൻ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ, ദാറ്റ്സ് അനദർ സ്റ്റോറി. ഓക്കെ, ഇനി എന്താണ് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്? യാ, suppose a student misbehaves repeatedly in your class. Which among the following is the best way to deal with the students? അല്ലെ, ഒരു ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി എന്താണ് നിരന്തരം ഒരു പ്രശ്നക്കാരനായിട്ട് മാറുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എങ്ങനെ അതിനെ പെരുമാറും, അതിനോട് എങ്ങനെ പെരുമാറും എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള പിന്നെ ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നുള്ള ഒരു ഭാഗാട്ടോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡില്, സോറി, ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സില് വരുന്ന ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന ഒരു ഭാഗമാണ്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന ഒരു ഭാഗമാണ്. ഇവിടെ എന്താ പറയുന്നത്? ഈ കുട്ടികൾ മിസ്ബിഹേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മിസ്ബിഹേവിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികൾ അൺഎത്തിക്കലായിട്ട് കാര്യങ്ങൾ പെരുമാറുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സമയത്ത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്താണ് അണ്ടർസ്റ്റാൻഡിങ് ദ കോസ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ കോസ്, അതായത് എന്താണ് ഈ കുട്ടി മിസ്ബിഹേവ് ചെയ്യാനുള്ള ഒരു കാര്യം, എന്താണ് പ്രശ്നം? ഇത് ഒരു ജയിലൊന്നല്ല അല്ലെ. നമ്മളൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ശിക്ഷിക്കുക എന്ന് പറയാൻ ഇതൊരു ജയിലോ
അല്ലെങ്കിൽ എന്താണ് ഒരു ദുർഗുണ എന്താണ് ഒരു പേരുണ്ടല്ലോ, ദുർഗുണ പാഠശാല എഴുതുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല. ഇതൊരു വിദ്യാലയമാണ്, അല്ലെ? ഒരു അക്കാഡമിക് എൻവയോൺമെന്റ് ആണ്. കുട്ടികൾക്ക് ചിലപ്പം മിസ്ബിഹേവ് ചെയ്യുന്നതിൽ അവർക്ക് അവരുടേതായ ഒരുപാട് റീസൺസ് ഉണ്ടാവും. അവരുടെ ഫാമിലി ഒരു വലിയ ഫാക്ടറാണ്, അല്ലെ? ഇപ്പം ചില വീട്ടിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം എന്നില്ല. അതുപോലെ ആ കുട്ടി ഫേസ് ചെയ്യുന്ന ഒരുപാട് മെന്റൽ പ്രോബ്ലംസുകൾ ഉണ്ടാവും, സ്ട്രെസ്സുകൾ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും ഫാമിലിന്റെ. പിന്നെ അതുപോലെ തന്നെ പിയർ പ്രഷർ, ഫ്രണ്ട്സിന് ഒരുപാട് മാർക്ക് കിട്ടുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടിയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് കാരണം കണ്ടുപിടിക്കുക എന്നുള്ളത്. കാരണം കുട്ടിയെ ജഡ്ജ് ചെയ്യുക, കുട്ടിയെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റും. പക്ഷെ നല്ലൊരു മികച്ച അധ്യാപകർ മാത്രമാണ് ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയോട് വളരെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ കോസ് ആണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇവിടെ വിസിബിൾ ആണ് കേട്ടോ, സെക്കൻഡ് ഇവിടെ ഇതാട്ടോ. പിന്നെന്താണ്? കൺസ്ട്രക്റ്റീവ് ഗൈഡൻസ് കേട്ടോ. കൺസ്ട്രക്റ്റീവ് ഗൈഡൻസ്, അതായത് കുട്ടിയെ നമ്മൾ തിരുത്തുക, ഗൈഡൻസ് കൊടുക്കാല്ലേ. അതായത് ഇപ്പം നിന്റെ നീ പെരുമാറുന്ന രീതി ശരിയല്ല, അത് നമ്മൾ ഫ്യൂച്ചറിലായിക്കോട്ടെ അല്ലെങ്കിൽ നിന്റെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? നീ അത് മാറ്റണം. അത് സമയമെടുത്ത് അതിനെപ്പറ്റി ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക. കൺസ്ട്രക്ട് ആ കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൈൻഡ് ഓഫ് മാർബിൾ സ്റ്റോൺ പോലെയാണ്. നമ്മളെ ടീച്ചേഴ്സാണ് അതിന് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഒരു ക്രാഫ്റ്റ് രൂപത്തിൽ അതിനെ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് നോബിൾ ജോബ് ഇൻ ദ വേൾഡ്, റൈറ്റ്? ടീച്ചിങ് എന്ന് പറയുന്നത് യുനോ ഏറ്റവും ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നതും ഞാൻ യാത്രകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതും ആളുകളോട് സംസാരിക്കുമ്പോഴും, ഈ അധ്യാപകൻ എന്നുള്ള ഒരു ബാഡ്ജ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അമീർ ഖാന്റെ ഒരു വീഡിയോയില് പുള്ളിക്കാരൻ പറയുന്ന ഒരു ഇന്റർവ്യൂലോ അങ്ങനെ ഞാൻ റാൻഡം ആയിട്ട് കണ്ടിട്ടുണ്ട്. ഒരു എഞ്ചിനീയർ മോശമായി കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു പാലം പൊളി, ആ പാലം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ഓക്കെ. ഒരു ഷെഫ് മോശമാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ചിലപ്പം അലങ്കോലായി പോകും. പക്ഷേ ഒരു മോശം അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു ഒരു എൻ്റെ ജനറേഷന് തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറായിട്ട് മാറും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളുള്ള ഒരു ജോബാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. തന്നെ അതുകൊണ്ട് ഈ പറയുന്ന ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എത്തിക്കൽ ഡിസിപ്ലിൻ. ഓക്കെ, എത്തിക്കൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നമ്മളെ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാതെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ അല്ലെങ്കിൽ ഒരു 2 സർക്കിൾ ഓടാൻ പറയാം ഗ്രൗണ്ടിൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ കൃഷിയിൽ നിർബന്ധമായിട്ടും NSSന്റെയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൃഷിയിൽ ഏർപ്പെട്ടിട്ട്, അപ്പൊ അതൊക്കെ എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി ആ വിദ്യാർത്ഥിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വിദ്യാർത്ഥിയെ നമ്മൾ എന്ത് ചെയ്യാണ്? പോസിറ്റീവായിട്ട് നമ്മൾ എന്താണ് ഒരു ആ, ശിക്ഷ ശിക്ഷണ രീതി എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ. പിന്നെന്താണ്? കൺസിസ്റ്റൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ. പിന്നെ കൺസിസ്റ്റൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇവിടെ എന്താണ് നമ്മൾ പിന്നെ അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ നമ്മൾ ഈ ഫെയർ ആയിട്ട് കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യുക? കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് കൃത്യമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓക്കെ. എൻഫോഴ്സ് ഡിസിപ്ലിനറി മെഷേഴ്സ് ഉണ്ട്, ബി എംപത്തറ്റിക്, ഇഗ്നോർ ദി മിസ്ബിഹേവിയർ, ഗിവ് കോർപ്പറൽ പണിഷ്മെന്റ്, അല്ലെ? ഡിസിപ്ലിനറി എൻഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നിർബന്ധിതമായിട്ട് ആ കുട്ടിയെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള പിന്നെ എന്താണ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെന്താണ്? ബി എംപത്തറ്റിക്, അല്ല, എമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആ ഒരു കുട്ടിയെ മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പ്രയാസങ്ങൾ, അത് അവന്റെ പിന്നെ ബുദ്ധിമുട്ടൊരു ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു ശരിയായ ഒരു പോയിന്റ് ആണ്. പിന്നെ എന്താണ്? ഇഗ്നോർ ദ മിസ്ബിഹേവിയർ, അത് ഭയങ്കര മോശമാണ്. നമ്മൾ തെറ്റി കണ്ടു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ അല്ല. നമ്മൾ അതിനെ എങ്ങനെ നമുക്ക് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ആ സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇതല്ല. പിന്നെ ഗിവ് കോർപ്പറൽ പണിഷ്മെന്റ്. ഓക്കെ, ഇതൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ഈ പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇവിടെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. സോ എനിവേ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഐ ഹോപ്പ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ പ്ലീസ് ഡു ജോയിൻ ആൻഡ് വി ക്യാൻ ഡിസ്കസ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദി ചാനൽ. നമുക്ക് പിന്നെ
ഒരുപാട് ഡിസ്കഷൻസ് ഗ്രൂപ്പ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എന്താണ് ഫ്രീ ആയിട്ടാണ്, നമ്മൾ അതിന് കാര്യമായിട്ടുള്ള എക്സ്പെൻസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഭാഗമാവാം. നോട്ട്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനിത്തിങ് യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ് മീ ഓൺ ദിസ് വാട്സ്ആപ്പ് നമ്പർ വിച്ച് ഐ ഹാവ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.